Welcome to Aneha's Little World. This video is part of our quiz series on various topics. All questions are explained in Malayalam and English language. Today we bring Space Quiz. ക്വിസിൽ നേടുന്ന മാർക്കുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ എക്സലൻറ്റ്, വെരി ഗുഡ് തുടങ്ങിയ കാറ്റഗറികളിൽ ഉൾപ്പെടുത്താം. ഈ സ്പേസ് ക്വിസ് 2 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗമായ ഈ വീഡിയോയിൽ നമ്മുടെ സൗരയൂഥത്തിനെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ, അതായത് രണ്ടാമത്തെ പാർട്ടിൽ, സൗരയൂഥത്തിനും പുറത്തുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്പേസ് മിഷനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമായിരിക്കും ഉണ്ടാവുക. മത്സര പരീക്ഷകളിലും ജനറൽ അവയർനെസ്സിനും സഹായിക്കുന്ന വ്യത്യസ്തങ്ങളായ ക്വിസ് വീഡിയോകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോസിനും നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 460 കോടി വർഷങ്ങളുടെ പ്രായം കണക്കാക്കപ്പെടുന്ന സൗരയൂഥം ഏത് ഗാലക്സിയുടെ ഭാഗമാണ്? Solar system, having an approximate age of 4.571 billion years, is part of which galaxy? ക്ഷീരപഥം. Milky Way. ക്ഷീരപഥത്തിന്റെ കേന്ദ്രവും സൂര്യനും തമ്മിലുള്ള ദൂരം എത്രയാണ്? What is the distance between the Sun and the center of Milky Way galaxy? 26,000 പ്രകാശവർഷങ്ങൾ, അതായത് 8 കിലോ പാസെക്. 26,000 light years, 8 kiloparsec. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? How many planets are there in the solar system? പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമാക്കി മാറ്റിയതിനു ശേഷം 8. 8. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് എപ്പോൾ? When did the International Astronomical Union declare Pluto as a dwarf planet? 2006 ആഗസ്റ്റ് 24. August 24, 2006. ബാഹ്യഗ്രഹങ്ങൾ അഥവാ ഭീമൻ ഗ്രഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ്? Which planets are known as outer planets or giant planets? സൗരയൂഥത്തിലെ അവസാനത്തെ 4 ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ. ഇതിൽ വ്യാഴവും ശനിയും വാതക ഭീമന്മാരും യുറാനസും നെപ്റ്റ്യൂണും ഐസ് ഭീമന്മാരുമാണ്. Jupiter, Saturn, Uranus and Neptune. Jupiter and Saturn are called as gas giants. Uranus and Neptune are called as ice giants. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിന് പുറത്തായിട്ട് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഐസ് പദാർത്ഥങ്ങളുള്ള വലയത്തിന്റെ പേരെന്താണ്? What is the region, a flat ring of icy small bodies that revolve around the Sun beyond the orbit of Neptune called? കുയിപ്പർ ബെൽറ്റ്. The Kuiper belt. ലോഹധാതുക്കളും പാറക്കഷ്ണങ്ങളുമൊക്കെ ചേർന്ന ചിഹ്നഗ്രഹങ്ങളുള്ള വളയം കാണപ്പെടുന്നത് എവിടെയാണ്? Where is the asteroid belt composed of refractory rocky and metallic minerals found? ചിഹ്നഗ്രഹങ്ങളുടെ വളയം കാണപ്പെടുന്നത് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥത്തിനിടയിലാണ്. Between the orbits of Mars and Jupiter. റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ഏതാണ്? Which planet is named after the Greek god of translators and interpreters? ബുധൻ അഥവാ മെർക്കുറി. Mercury. സ്ത്രീനാമമുള്ള ഏക ഗ്രഹം. അതുപോലെ റോമൻ പ്രണയ, സൗന്ദര്യ, വസന്ത ദേവതകളുടെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹം ഏതാണ്? The only planet with female name, named after the Roman goddess of love and beauty. വീനസ് അഥവാ ശുക്രൻ. Venus. പേരിന് ഗ്രീക്ക്, റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഏതാണ്? Which planet's name doesn't bear any Roman Greek name? ഭൂമി, അതായത് എർത്ത് എന്ന വാക്കിനാണ് റോമൻ, ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്തത്. Earth. റോമൻ പുരാണത്തിലെ യുദ്ധദേവന്റെ പേരിലുള്ള ഗ്രഹം ഏതാണ്? Which planet is named after the most prominent of military gods in Roman mythology? മാസ്, ചൊവ്വ. Mars. ഇന്ത്യൻ പുരാണ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നും റോമൻ പുരാണത്തിലെ ദേവരാജാവിന്റെ പേരിലുമുള്ള ഗ്രഹം ഏതാണ്? Which planet's name
symbolize Brihaspati in Indian mythology, king of the gods in ancient Roman mythology. ജൂപ്പിറ്റർ അഥവാ വ്യാഴം. Jupiter. റോമൻ കൃഷി ദേവതയുടെ പേരിലുള്ള ഗ്രഹം ഏതാണ്? Which planet is named after the Roman god of sowing or seeding? സാറ്റേൺ, ശനി. Saturn. ഇന്ത്യൻ പുരാണ സങ്കല്പങ്ങളിൽ അരുണൻ എന്നും ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവന്റെയും പേരിലുള്ള ഗ്രഹം ഏതാണ്? Which planet name is considered as Arunan as per Indian mythology and personification of heaven in Greek mythology? യുറാനസ്. Uranus. സമുദ്രദേവനായ വരുണൻ അല്ലെങ്കിൽ റോമൻ പുരാണത്തിലെ ജലദേവന്റെ പേരിലുള്ള ഗ്രഹം ഏതാണ്? Which planet is considered as Varunan by Indian mythology and named as god of water, Roman mythology? വരുണൻ എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ്. Neptune. റോമാക്കാരുടെ പാതാളദേവന്റെ പേരുള്ള കുള്ളൻ ഗ്രഹം ഏതാണ്? Which dwarf planet is named after the Greek god of the underworld? റോമാക്കാരുടെ പാതാളദേവന്റെ പേരുള്ള കുള്ളൻ ഗ്രഹം ഏതാണ്? Which dwarf planet is named after the Greek god of the underworld? പ്ലൂട്ടോ. Pluto. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ചെറിയ ഗ്രഹം ഏതാണ്? Largest and smallest planets in our solar system. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, ചെറിയ ഗ്രഹം ബുധനാണ്. Largest Jupiter, smallest Mercury. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏതാണ്? കുറഞ്ഞ ഗ്രഹം ഏതാണ്? Heaviest and lightest planets in our solar system. ഭാരം കൂടിയ ഗ്രഹം വ്യാഴം, ഭാരം കുറഞ്ഞത് ശനി. Heaviest Jupiter, lightest Saturn. സൗരയൂഥത്തിലെ സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? Highest and lowest density planets in our solar system. സൗരയൂഥത്തിൽ ഏറ്റവും അധികം സാന്ദ്രത കൂടിയ ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. അതുപോലെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ശനിയാണ്. ശനിയുടെ സാന്ദ്രത ജലത്തേക്കാൾ കുറവാണ്. Highest density Earth, lowest density Saturn, less than water. സൗരയൂഥത്തിലെ ഏറ്റവും ഗുരുത്വാകർഷണം കൂടിയ ഗ്രഹം ഏതാണ്? കുറഞ്ഞ ഗ്രഹം ഏതാണ്? Which all planets having highest and lowest gravitational forces? ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ളത് വ്യാഴത്തിലാണ്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ബുധനിലാണ്. Highest gravitational force Jupiter, lowest gravitational force Mercury. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? Hottest and coldest planets in our solar system. സൂര്യനോട് ഏറ്റവും അടുത്ത ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. അതുപോലെ സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം. Hottest Venus, coldest Neptune. സൗരയൂഥത്തിലെ ഭ്രമണവേഗത, അതായത് സ്വയം തിരിയുവാനുള്ള സമയം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? കുറഞ്ഞ ഗ്രഹം ഏതാണ്? Which all planets have longest and shortest rotation period? ഭ്രമണവേഗത ഏറ്റവും കൂടിയത് വ്യാഴത്തിനാണ്. 9 മണിക്കൂറും 56 മിനിറ്റും കൊണ്ടാണ് ഭ്രമണവേഗത ഏറ്റവും കൂടിയത് വ്യാഴത്തിനാണ്. 9 മണിക്കൂറും 56 മിനിറ്റും. ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞത് ശുക്രനാണ്. 243 ദിവസമാണ് അതിനെടുക്കുന്നത്. Shortest rotation period Jupiter 9 hours and 56 minutes. Longest rotation period Venus 243 days. Venus is retrograde. It rotates in the opposite direction to the other planets. സൗരയൂഥത്തിലെ പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? കുറഞ്ഞ ഗ്രഹം ഏതാണ്? Which all planets have longest and shortest revolution periods?
സൂര്യനെ ചുറ്റാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് നെപ്റ്റ്യൂണാണ്, 248 വർഷം. അതുപോലെ ഏറ്റവും വേഗത്തിൽ സൂര്യനെ ചുറ്റുന്നത്, അതായത് പരിക്രമണ വേഗത ഏറ്റവും കൂടിയത് ബുധനാണ്, 87.97 ദിവസം. Shortest revolution period, Mercury, 89.97 days. Longest revolution period, Neptune, 164.79 years. ഗ്രേറ്റ് റെഡ് സ്പോട്ട്, അതായത് വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണ്? Which planet is famous for its big red spot on it? വ്യാഴം. Jupiter. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് അഥവാ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? Which planet is famous for its big black spot on it? നെപ്റ്റ്യൂണിലാണ് വലിയ കറുത്ത പൊട്ട് കാണുന്നത്. Neptune. ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട്, വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? What planet is famous for its big white spot on it? വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. Saturn. വില്ലോ ദി വിസ്പ് അല്ലെങ്കിൽ ആകാശത്തിലെ മറുത എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? Which planet is known as Will-o'-the-Wisp? ബുധൻ. Mercury. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? Which planet is known as Lucifer? ലൂസിഫർ എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. Venus. ടെറ എന്ന ലാറ്റിൻ വേർഡിലും ഗയ എന്ന ഗ്രീക്ക് വേർഡിലുമൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? Which planet is known by the name Terra in Latin and Gaia in Greek? ഭൂമി, എർത്ത് ആണ് അറിയപ്പെടുന്നത്. Earth. നീലഗ്രഹം, ജലഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത്? Which planet is known as the blue planet or the water planet? നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. Earth. ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? Which planet is known as red planet or rust planet? അയൺ ഓക്സൈഡ് ഒരുപാട് കൂടുതലുള്ള ചൊവ്വയാണ് റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Mars, due to the iron oxide. പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? Which planet is known as the green planet? യുറാനസ് ആണ് പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഒരുപാട് കൂടുതലുള്ള മീഥേനാണ് ഇതിന് കാരണം. Uranus, due to methane. കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? Which planet is known as sleeping planet or rolling planet, etc.? യുറാനസ്. Uranus. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? Which planets do not have satellites? ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളേയില്ല. Mercury, Venus. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? Which planet has the largest number of satellites? വ്യാഴം. 67 ചന്ദ്രന്മാരാണ്, അതായത് ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്. പുതിയ രേഖകൾ പ്രകാരം ശനിക്ക് ആകെ 82 ചന്ദ്രന്മാരും വ്യാഴത്തിന് 79 ചന്ദ്രന്മാരുമാണ് ഉള്ളത്. പക്ഷേ ഇതിന് അംഗീകാരം ബാക്കിയാണ്. Jupiter with 67 moons. As per new records, Saturn got overall 82 moons and Jupiter got 79 moons, but officially they are not recognized yet. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതും ചെറുതും ഏതൊക്കെയാണ്? Largest and smallest satellites in our solar system. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഗാനിമീഡ് ആണ്. അതുപോലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ചൊവ്വയുടെ ഉപഗ്രഹമായ ഡീമോസ്. Largest satellite, Ganymede of Jupiter. Smallest satellite, Deimos of Mars. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമായ ചന്ദ്രന്റെ ഭ്രമണകാലവും പരിക്രമണകാലവും എത്ര വീതമാണ്? What is the rotation and revolution period of Moon?
ചന്ദ്രൻ്റെ ഭ്രമണം 27 ദിവസം 7 മണിക്കൂറാണ്. അതുപോലെ പരിക്രമണം 29 ദിവസവും 12 മണിക്കൂറുമാണ്. Rotation 27 days and 7 hours. Revolution 29 days and 12 hours. ഫോബോസ്, ഡീമോസ് എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? Phobos and Deimos are the natural satellites of which planet? ചൊവ്വ. Mars. വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? Which are the major satellites of Jupiter? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നിവയാണ് വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ. The Galilean moons named Ganymede, Callisto, Io and Europa. ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളായ ടൈറ്റൻ, അറ്റ്ലസ്, പ്രൊമിത്യൂസ്, പാൻഡോറ, റിയ, ഹെലൻ തുടങ്ങിയവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? Whose satellites are Greek names Titan, Atlas, Prometheus, Pandora, Rhea, Helen, etc. ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. Saturn. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളായ മിറാൻഡ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, ഏരിയൽ എന്നീ പേരുകളുള്ള ഗ്രഹം ഏതാണ്? Which planet satellites are named after Shakespearean characters like Miranda, Juliet, Desdemona, Ariel, etc.? യുറാനസ്. Uranus. ട്രിറ്റോൺ, പ്രോട്ടിയസ്, തലാസ തുടങ്ങിയ ഗ്രീക്ക് ജലദേവതകളുടെ പേരുള്ള ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? Which planet has satellites like Triton, Proteus, Thalassa, etc., which are minor water deities in Greek mythology? നെപ്റ്റ്യൂൺ. Neptune. ചാരോൺ, സ്റ്റിക്സ്, നിക്സ്, കെർബറോസ്, ഹൈഡ്ര തുടങ്ങിയവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? Whose satellites are Charon, Styx, Nix, Kerberos, and Hydra? പ്ലൂട്ടോ. Pluto. ഏറ്റവും കറുത്ത ഉപഗ്രഹം അതായത് ചന്ദ്രൻ ഏതാണ്? Which is the darkest moon satellite in our solar system? ഫോബോസ്, ചൊവ്വയുടെ ഉപഗ്രഹം. Phobos, satellite of Mars. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഏതാണ്? Largest dwarf planet in the solar system. പ്ലൂട്ടോ ആണ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം. പ്ലൂട്ടോ കുള്ളൻ ഗ്രഹമായതിൽ പിന്നെ ഇറിസ് രണ്ടാമതേക്കായി മാറ്റപ്പെട്ടു. Pluto. Earlier, Eris was considered as the largest dwarf planet. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം ഏതാണ്? Smallest dwarf planet in the solar system. 1919 വരെ സിറീസ് ആയിരുന്നു ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം. എന്നാൽ ഇപ്പോൾ ഹൈജിയയാണ് ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം. Hygeia. Till 1919, Ceres was considered as the smallest among the dwarf planets. അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? Which planet does not have atmosphere? ബുധനാണ് അന്തരീക്ഷം ഇല്ലാത്തത്. Mercury. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് Which planet is nicknamed as the morning star and evening star? ശുക്രൻ. Venus. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരെന്താണ്? Shape of the earth is known as ജിയോയിഡ്. geoid, an irregularly shaped ellipsoid. ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? Which is known as the fossil planet. ചന്ദ്രനാണ് ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത്. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? What is the outermost part of Sun's atmosphere called? കൊറോണ. Corona. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം
ഏറ്റവും കൂടുതലും കുറവുമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? In which all days Earth's orbit is farthest away from the Sun and nearest to the Sun? ഏറ്റവും അകലം കൂടിയ ദിവസം, അതായത് അഫീലിയൻ, ജൂലൈ 4 അകലം കുറഞ്ഞത് പെരിഹീലിയൻ ജനുവരി 3. Farthest 4th July, known as aphelion. Nearest 3rd January, known as perihelion. ആകാശപിതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? Which planet is called as the father sky? ആകാശപിതാവ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. Uranus. അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏതാണ്? Name the only satellite which has dense atmosphere. അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ ആണ്. Titan. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം ഏതാണ്? Which satellite of Saturn is known as Death Star? മിമാസ്. Mimas. ഹാലിയുടെ വാൽ നക്ഷത്രത്തെ എത്ര വർഷം കൂടുമ്പോഴാണ് ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്നത്? At what interval Halley's Comet can be visible from Earth? 75 മുതൽ 76 വർഷം കൂടുമ്പോൾ. അവസാനം കണ്ടത് 1986 ഇനി ദൃശ്യമാകുക 2062 75 to 76 years. Last seen in 1986 and expected in 2062. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചെരിവ് എത്രയാണ്? What is the angle of Earth's imaginary rotational axis? 23.5 ഡിഗ്രി. 23.5 degrees. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെ? Which planets rotate from east to west? കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ചുറ്റുന്നത് ശുക്രനും യുറാനസുമാണ്. Venus, Uranus. മാക്സ്വെൽ കൊടുമുടി, ലക്ഷ്മി പ്ലാനം പീഠഭൂമി എന്നിവ ഉള്ള ഗ്രഹം ഏതാണ്? Maxwell Montes and Lakshmi Planum are present in which planet? ശുക്രൻ. Venus. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? Where is the tallest mountain of solar system named Olympus Mons found? ഒളിമ്പസ് മോൺസ് ഉള്ളത് ചൊവ്വയിലാണ്. In Mars. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.